നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പി.വി. അൻവർ യു.ഡി.എഫുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ. അൻവറിന് അതിന്റേതായ അഭിപ്രായമുണ്ട്, അത് തൽക്കാലം അംഗീകരിക്കാനാവില്ലെന്നും കെ. സുധാകരൻ. കണ്ണൂരിൽ ലക്ഷദ്വീപ് സ്വദേശിയായ യുവതിയെ കടന്നുപിടിച്ച പ്രതി അറസ്റ്റിലായത് തയ്യിൽ വെറ്റിലപ്പള്ളി വയൽ സ്വദേശി ടി. കെ. ഫവാസ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. ജില്ലയിൽ ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം. 4.5 കോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി കൃഷിവകുപ്പ്. വാർത്തകൾ വിശദമായി. പി.വി. അൻവർ യു.ഡി.എഫുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ. അൻവറിന് അദ്ദേഹത്തിന്റേതായ അഭിപ്രായമുണ്ട്, അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല. യു.ഡി.എഫുമായി അൻവറിന് ഒരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നീരസം വന്നു. എന്നാൽ അത് യു.ഡി.എഫുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോറലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല. അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു. അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും, അത് സ്വാഭാവികമാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിനെ ഇളക്കിമറിക്കുന്ന ഒന്നാണ്. ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത് എന്നും കെ. സുധാകരൻ പറഞ്ഞു. സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. ഞാനതിന് കൂടെയുണ്ട്. അൻവർ ഞാനും തമ്മിൽ പേഴ്സണൽ ബന്ധമുണ്ട്, വർഷങ്ങളായി പഴക്കമുള്ള പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃതമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. അൻവർ യു.ഡി.എഫ് മുന്നണിയുടെ ഭാഗമാകും. അദ്ദേഹത്തിന്റെ താൽപര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ടെന്നും കെ. സുധാകരൻ പറഞ്ഞു. അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും യു.ഡി.എഫിനെ ബാധിക്കില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്ന ലക്ഷദ്വീപ് സ്വദേശിയായ യുവതിയെ കടന്നുപിടിച്ച പ്രതിയെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. തയ്യിൽ വെറ്റിലപ്പള്ളി വയൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ടി. കെ. ഫവാസ് ആണ് അറസ്റ്റിലായത്. തയ്യിൽ വൈറ്റിലപ്പള്ളി വയൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന 43 വയസ്സുള്ള ഫവാസ് ടി. കെ. എന്നയാളാണ് അറസ്റ്റിലായത്. യുവതിയുടെ മേൽനോട്ടത്തിൽ കടലായി എന്ന സ്ഥലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ച് 23-ാം തീയതിയാണ് സംഭവം നടന്നത്. ഇന്റീരിയർ വർക്ക് ചെയ്യാനെത്തിയ പ്രതി മറ്റുള്ളവർ ഇല്ലാത്ത നേരം നോക്കിയാണ് കൃത്യം നടത്തിയത്. ഇയാൾ സലഫി മസ്ജിദ് ഭാരവാഹി കൂടിയാണ്. കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ്.ഐ. മനോജ് കുമാർ, എ.എസ്.ഐ. രഞ്ജിത്ത്, എസ്.സി.പി.ഒ. ഷിബു, സി.പി.ഒ. സജീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലയിൽ ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 101.47 ഹെക്ടർ ഭൂമിയിലായി 4.5 കോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി കൃഷിവകുപ്പ് അറിയിച്ചു. 4619 കർഷകരെയാണ് മഴക്കെടുതി ബാധിച്ചത്. പേരാവൂർ, പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പേരാവൂരിൽ 95.59 ലക്ഷം രൂപയുടെയും പയ്യന്നൂരിൽ 92.08 ലക്ഷം രൂപയുടെയും നഷ്ടവും രേഖപ്പെടുത്തി. ജില്ലയിൽ 34.08 ഹെക്ടർ വാഴകൃഷിയിൽ 2.39 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. 39,921 കുലച്ച വാഴകൾ നശിക്കുകയും 1272 കർഷകരെ ബാധിക്കുകയും ചെയ്തു. കുലക്കാത്ത വാഴകൾ നശിച്ച് 56.20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. 673 റബ്ബർ കർഷകരെ മഴ ബാധിച്ചു. ജില്ലയിൽ 11.83 ഹെക്ടർ സ്ഥലത്താണ് റബ്ബർ കൃഷി നടത്തുന്നത്. ഇതിൽ 2847 ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങളും ടാപ്പിംഗ് ഇല്ലാത്ത 1010 റബ്ബർ മരങ്ങളും നശിച്ചു. ആകെ 72.09 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. 21.76 ഹെക്ടറിലുള്ള തെങ്ങ് കൃഷിയിൽ 1057 തെങ്ങുകൾ നശിച്ചു. 52.85 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. 595 തെങ്ങ് കർഷകരെയാണ് ദുരന്തം ബാധിച്ചത്. 10.87 ഹെക്ടർ ഭൂമിയിലായി കുലച്ച 2093 കവുങ്ങുകളും 808 കവുങ്ങുകളും നശിച്ചു. 724 കവുങ്ങ് കർഷകർക്ക് 8.3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. കുരുമുളക് കൃഷിയിൽ 4.2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. കശുമാവിൻ കൃഷിയിൽ 1.69 ലക്ഷം രൂപയുടെ നഷ്ടവും സംഭവിച്ചു. 225 തെങ്ങുകൾ നശിച്ചതായും കൃഷിവകുപ്പ് അറിയിച്ചു.
കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ദേശീയപാതയിൽ കോഴിക്കോട് വടകരയിൽ വിള്ളൽ കണ്ടെത്തി. മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് 6ാം ദിവസവും ആശങ്ക തുടരുകയാണ്. കുന്നിടിച്ചിലിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു. സർവീസ് റോഡിലുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റ് മണ്ണിനൊപ്പം താഴേക്ക് താഴ്ന്നു. മണ്ണിടിച്ചിൽ തടയാൻ ദേശീയപാത അതോറിറ്റി നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ഗതാഗതവും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. നേരത്തെ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് നൽകിയ അവസാന തീയതി ഇന്നാണ്. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പക്ഷെ അതൊന്നും ഒരു നമുക്കൊരു സത്യമില്ലാത്തൊരു രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ കനത്ത മഴയിൽ തലശ്ശേരി പാനൂർ മേഖലകളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുന്നു. തലശ്ശേരി മഞ്ഞോടിയിലും പാനൂരിൽ കുന്നോത്ത് പീടികയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മനേക്കര കുണ്ടുകുളങ്ങരയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടും വാഹനയാത്രികർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളത്തിന് ഒഴുകിപ്പോകാൻ വഴികളില്ലാത്തതാണ് പ്രധാന കാരണം. പലയിടത്തെയും തോടുകൾ ഉൾപ്പെടെയുള്ള കൈവഴികൾ കയ്യേറ്റങ്ങൾക്ക് വിധേയമായതും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മഞ്ഞോടിയിലും കണ്ണിച്ചിറയിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. നിരവധി ഇരുചക്ര ഓട്ടോറിക്ഷ വാഹനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ കുടുങ്ങി നാശനഷ്ടമുണ്ടായി. ഇരുചക്ര വാഹനയാത്രികർ പലരും കണ്ണിച്ചിറയിൽ വാഹനം നിർത്തി ബസ്സിലാണ് തലശ്ശേരിക്ക് പോയത്. 2 ഭാഗത്തു നിന്നും വാഹനങ്ങൾ ഒരേപോലെ വരുന്നതിനാൽ വാഹനങ്ങൾ വെള്ളക്കെട്ടിൽപ്പെട്ട് ഓഫാകുകയാണ്. പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. വാഹനങ്ങൾ തള്ളി മാറ്റുകയാണ് ചെയ്തത്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മനേക്കര റൂട്ടിലും വെള്ളക്കെട്ട് രൂക്ഷം. ഇത്തവണ കുണ്ടുകുളങ്ങര വായനശാല മുതൽ മനേക്കര പഞ്ചായത്ത് ഓഫീസ് വരെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും നേരത്തെ തന്നെ ഇതുവഴിയുള്ള ഓട്ടം അവസാനിപ്പിച്ചിരുന്നു. രൂക്ഷമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പലതും ഓട്ടം നിർത്തി. പാനൂരിനടുത്ത കുന്നോത്ത് പീടികയിലും വെള്ളക്കെട്ടുണ്ടായി. ഇവിടെ കേളോത്ത് പാലം നിറഞ്ഞു കവിഞ്ഞു. സമീപത്തെ ഹോട്ടൽ വസന്തത്തിലും വെള്ളം കയറി. സേവ് കരിയാട് ഡയാലിസിസ് സെന്റർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പാനൂർ നഗരസഭ ചെയർമാന് നിവേദനം നൽകി. കരിയാട് ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. കരിയാട് ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിമിന് നിവേദനം നൽകിയത്. കെ അബൂബക്കർ മാസ്റ്റർ തണൽ അഭയ ഡയാലിസിസ് സെന്റർ പരിസരത്തുള്ള കിണറുകളിലെ കുടിവെള്ളം മലിനമാകുന്നത് ഡയാലിസിസ് സെന്റർ കാരണമാണെന്ന് ആരോപിച്ചാണ് കുറച്ചുപേർ സംഘടിതമായി ഡയാലിസിസ് സെന്റർ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് സമരം നടത്തുന്നതെന്നും ഡയാലിസിസ് സെന്റർ കാരണമാണ് കുടിവെള്ളം മലിനമാകുന്നത് എന്ന് ഇതുവരെ ശാസ്ത്രീയമായി ഒരു പഠനത്തിലും കണ്ടെത്തിയിട്ടില്ലെന്നും പരാതിക്കാർ ആരോപിച്ചു. എത്രയും പെട്ടെന്ന് CWRDM സംഘത്തെ എത്തിച്ച് സ്ഥലത്തെ കുടിവെള്ളം പരിശോധിക്കണമെന്നും ഡയാലിസിസ് സെന്ററിന് അടിയന്തരമായി ലൈസൻസ് ലഭ്യമാക്കാനുള്ള നടപടിയും സ്വീകരിക്കണമെന്നും 36 രോഗികളുടെ ജീവൻ നിലനിർത്തുന്ന കേന്ദ്രം നിലനിർത്തി പരിസരവാസികളുടെ പരാതികൾ പരിശോധിച്ച് പരിഹരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ചെയർമാന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വന്ന് അന്വേഷിക്കുന്നത് വരെ, ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് അവർ പ്രത്യക്ഷ സമരത്തിൽ നിൽക്കാൻ പോകും. അതുകൊണ്ടാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന് ഈ വെള്ളം പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. അതുവരെ വേറെ പ്രശ്നത്തിൽ അവർ സേവ് കരിയാട് ഡയാലിസിസ് സെന്റർ ജനറൽ കൺവീനർ VV അഷ്റഫ്, വൈസ് ചെയർമാൻ TK ഹാരിസ്, ജോയിന്റ് കൺവീനർ OP ഹസീബ്, ട്രഷറർ റഷീദ് പൊറ്റേരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TH നാരായണൻ, T മെഹ്റൂഫ്, ഹമീദ് പെറ്റേരി, VK മജീദ്, കൗൺസിലർമാരായ MTK ബാബു, മിനി, ഉമേസ തിരുവമ്പാടി, അൻസാർ അണിയാരം, ശോഭന കുന്നുള്ളതിൽ, സനുദ്ദീൻ തങ്ങൾ, മുസ്തഫ കല്ലുമ്മൽ എന്നിവർ സംബന്ധിച്ചു. ആശങ്കകൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. നമ്മൾ പറഞ്ഞതാണ്, നമ്മളൊരു മീറ്റിംഗ് പറഞ്ഞതാണ്. ഇപ്പൊ ചുരുങ്ങിയ കൗൺസിൽ പറഞ്ഞു, സാങ്കേതികത്തിൽ നിങ്ങൾക്കറിയാം, കുടിവെള്ളം എത്തിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ അംഗീകൃത സംവിധാനത്തിൽ കൂടിയുള്ള കുടിവെള്ളം എത്തിക്കാൻ പറ്റും. ഇതുപോലൊരു സ്ഥലത്ത് എവിടുന്നെങ്കിലും വെള്ളം കൊണ്ടുവന്നിട്ട് ഇതേത് വെള്ളം നമ്മളെ നിലവിലുള്ള വെള്ളത്തിനേക്കാൾ അബദ്ധം എന്ന് പറഞ്ഞാലോ, വാട്ടർ അതോറിറ്റിയുടെ സർട്ടിഫൈ ചെയ്ത
ആ സംവിധാനത്തിൽ കൂടി കുടിവെള്ളം എത്തിക്കണമെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? ടെൻഡർ വെച്ച് ആളുകൾ എടുത്ത് ആ സംവിധാനത്തിൽ കൂടി വിതരണം ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി ആ സംവിധാനത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്, വാഹനങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതുകൊണ്ട് മാത്രം നമ്മൾ തൃപ്തരല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം. വിതരണത്തിൽ വാഹനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, നമ്മൾ വാഹനങ്ങളിൽ വണ്ടിയിൽ വെള്ളം വിതരണം ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യുന്നില്ല, ആ തലത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. അടിയന്തരമായി ഈ വിഷയം വന്നപ്പോ ഇതുപോലെ നമ്മൾ ഇരുന്നതാണ്. നമ്മൾ ഇതുപോലെ ഇരുന്ന് കൌൺസിൽ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, സന്നദ്ധ സംവിധാനത്തിലെ ആളുകളെയൊക്കെ നമ്മൾ ഇരുത്തി വളരെ ഗൌരവമുള്ള ഒരു വിഷയം തീരുമാനിച്ചു, സംവിധാനത്തിലേക്ക് അയച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുറപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ കൌൺസിലിൽ ഒന്നടങ്കം കൌൺസിലർമാർ എടുത്തൊരു തീരുമാനപ്രകാരം നമ്മൾ DMOനെ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ, കളക്ടറെയൊക്കെ കാണാൻ തീരുമാനിക്കുകയും കാലവർഷം അതിരൂക്ഷമായപ്പോ അവരെല്ലാവരും ഫീൽഡിലാണ്, എല്ലാ ആളുകളും ഓരോ തലത്തിലാണ്. പക്ഷെ ഇന്ന് വിളിച്ചിട്ട് നമ്മൾ അടുത്തൊരു ദിവസത്തിലേക്ക് നോക്കും. അതിനിടക്ക് അതിന് മുന്നേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ഞാൻ പോയതാണ്, ഞാനും HIയും പോയതാണ്, നേരിട്ട് പോയി സംസാരിച്ചതാണ്. അവിടെ സംസാരിച്ചു, DMOയെ കാണാൻ ശ്രമിച്ചു. ഇപ്പൊ കളക്ടർ മുമ്പിൽ വിഷയമുള്ളപ്പോ നമ്മൾ ഈ കൌൺസിൽ പ്രതിനിധികൾ നമ്മളടക്കം പോവുകയാണ്, അടുത്ത ദിവസം പോയി കാണുകയാണ്. കനത്ത മഴയിൽ വീടിനു മുകളിലേക്ക് വീഴാറായ 2 തെങ്ങുകൾ അതിസാഹസികമായി മുറിച്ചു നീക്കി പാനൂർ ഫയർഫോഴ്സും നാട്ടുകാരും. മേലെ ചമ്പാട് കുന്നുമല കണ്ടിയിൽ അബ്ദുള്ളയുടെ വീടാണ് അപകടാവസ്ഥയിൽ ആയിരുന്നത്. ഏറെ നേരം പണിപ്പെട്ടാണ് തെങ്ങുകൾ മുറിച്ചു മാറ്റിയത്. 2 ദിവസം മുൻപ് പെയ്ത കനത്ത മഴയിലാണ് സമീപവാസിയുടെ തെങ്ങ് കടപുഴകി അബ്ദുള്ളയുടെ വീടിന് മുകളിലേക്ക് പതിച്ചത്. എന്നാൽ അബ്ദുള്ളയുടെ വീട്ടിലെ മറ്റൊരു തെങ്ങിൽ തട്ടി നിൽക്കുകയായിരുന്നു. 2 തെങ്ങുകളും അപകടാവസ്ഥയിലായതോടെ വീട്ടുകാരും നാട്ടുകാരും ഭീതിയിലായി. മരം വെട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും അപകട സാധ്യത മുന്നിൽ കണ്ട് അവർ പിന്മാറി. തുടർന്ന് വാർഡ് കൺവീനർ കൂടിയായ നസീർ ഇടവലത്ത് ഫയർഫോഴ്സിന്റെ സഹായം തേടി. അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ K ദിവകുമാറിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ സ്ഥലത്തെത്തുകയും തൊഴിലാളികൾക്ക് തെങ്ങ് മുറിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുകയായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ K ബിജു, TE ജിജേഷ്, M വിപിൻ, C കൃഷ്ണദാസ്, KV രത്നാകരൻ, മരംവെട്ട് തൊഴിലാളികളായ കനകൻ, മോഹനൻ, മനോജ് എന്നിവരും ഏറെ നേരം കഠിനാധ്വാനം ചെയ്താണ് തെങ്ങ് മുറിച്ചു മാറ്റിയത്. വീട്ടിലേക്ക് ചാഞ്ഞ അബ്ദുള്ളയുടെ തെങ്ങും പിന്നീട് മുറിച്ചുമാറ്റി. പാനൂർ മേഖലയിൽ ഉടനീളം 20ഓളം മരങ്ങളാണ് 2 ദിവസങ്ങളിലായി ഫയർഫോഴ്സ് മുറിച്ചു നീക്കിയത്. കനത്ത മഴയിൽ ചോർന്നൊലിച്ച് പാനൂർ താലൂക്ക് ആശുപത്രി. ഓഫീസും കോൺഫറൻസ് ഹാളും റാമ്പും ഉൾപ്പെടെ ചോർന്നൊലിക്കുകയാണ്. അടിയന്തര നടപടിയെടുക്കാൻ പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം നിർദ്ദേശം നൽകി. 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ പാനൂർ താലൂക്ക് ആശുപത്രി കെട്ടിടം ചോർന്നൊലിക്കുന്നു. ഭിന്നശേഷി സൗഹൃദത്തിനായി നിർമ്മിച്ച ആശുപത്രി റാമ്പും ഒപ്പം ഓഫീസ് റൂമും ചോർന്നൊലിക്കുകയാണ്. കോൺഫറൻസ് ഹാളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഷോക്കടിക്കുന്നത് പേടിച്ച് ഹാൾ അടച്ചുപൂട്ടി സൂക്ഷിക്കുകയാണിപ്പോൾ. ഓഫീസ് റൂമിലെ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ മറ്റൊരിടത്തേക്ക് മാറ്റി. കെട്ടിടത്തിന് മുകളിലുണ്ടായ ഷീറ്റ് പാറിപ്പോയതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. വിവരമറിഞ്ഞ് പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം സ്ഥലത്തെത്തി. ചോർച്ച തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ IK അനിൽകുമാറിന് നഗരസഭാ ചെയർമാൻ ഉറപ്പു നൽകി. തുടർന്ന് അദ്ദേഹം കരാറുകാരനെ ബന്ധപ്പെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യപ്പെട്ടു. OP ബ്ലോക്കും ശോച്യാവസ്ഥയിലാണ്. വർഷാവർഷം പെയിന്റ് അടിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതികളുണ്ട്. പ്രവേശന കവാടത്തിലുള്ള പ്രധാന കെട്ടിടത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. തന്റെ ആത്മകഥാംശമുള്ള എന്റെ എംബസിക്കാലം എന്ന കൃതിക്ക് മൂർത്തരൂപമേകിയത് പ്രശസ്ത ചലച്ചായ ചിത്രകാരൻ പ്രശാന്ത് ഒളവിലമാണെന്ന് വിഖ്യാത നോവലിസ്റ്റ് M മുകുന്ദൻ. ചിത്രകാരൻ പ്രശാന്ത് ഒളവിലം വരച്ച 64 ജലച്ഛായ ചിത്രങ്ങളുടെ പ്രദർശനം മലയാള കലാഗ്രാമം MV ദേവൻ ആർട്ട് ഗാലറിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ആത്മകഥാംശമുള്ള എന്റെ എംബസിക്കാലം എന്ന കൃതിക്ക് മൂർത്തരൂപമേകിയത് പ്രശസ്ത ജലഛായാചിത്രകാരൻ പ്രശാന്ത് ഒളവിലമാണെന്ന് നോവലിസ്റ്റ് എം മുകുന്ദൻ പറഞ്ഞു. പ്രശാന്ത് ഒളവിലത്തിന്റെ 64 ജലഛായാചിത്രങ്ങളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഒരു ചിത്ര പ്രദർശനം അപൂർവങ്ങളിൽ അപൂർവമാണ്. എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒന്ന് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങിയ പ്രദർശനത്തിൻ്റെ ഇവിടെ തുടങ്ങിയ ആദ്യം നമ്മൾ കാണുന്നത് കുഞ്ഞുണ്ണി മാഷയും അരവിന്ദനെയാണ്. നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ OB വിജയനെ കാണുന്നു, സച്ചിദാനന്ദനെ കാണുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ചേഗവേരിയെയും നെൽസൺ മണ്ടേലയെയും കാണുന്നു. പിന്നെ ഇങ്ങനെ EMS കാണുന്നു. പിന്നെയും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ കാക്കനാടനുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ മലയാളികൾ ജീവിച്ച ഒരു കാലം മുഴുവൻ ഈ പ്രദർശനത്തിൽ അതുകൊണ്ടാണ് ഞാനിതിനെ അപൂർവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ പ്രദർശനം സാധ്യമാണ്. അത് അങ്ങനെയുള്ള ഫോട്ടോ പ്രദർശനങ്ങൾ ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ മനോജ് വൈക്കം എന്ന ഫോട്ടോഗ്രാഫർ പ്രധാനപ്പെട്ട നോവലുകളൊക്കെ ദൃശ്യവഹിച്ച് ഫോട്ടോകളാക്കി പ്രദർശിപ്പിക്കുന്നുണ്ട്. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, കുഞ്ഞത്തലയുടെ സ്മാരകശിലകൾ, ഇങ്ങനെയുള്ള വലിയ വലിയ നോവലുകൾ ദൃശ്യവൽക്കരിച്ച് ഫോട്ടോകളായി പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷേ രേഖാചിത്രങ്ങൾ, ഗണ്ണഛായാചിത്രങ്ങളായി അല്ലെങ്കിൽ ഇതുപോലുള്ള ജലഛായാചിത്രങ്ങളായി. യോഗത്തിൽ മലയാള കലാഗ്രാമം ട്രസ്റ്റി ഡോക്ടർ AP ശ്രീധരൻ അധ്യക്ഷനായി. നാടൻ കലാഗവേഷകനും ചിത്രകാരനുമായ KK മാരാർ ചിത്രപരിചയം നടത്തി. പുതുച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ PK സത്യാനന്ദൻ, ഡോക്ടർ A വത്സലൻ, സുരേഷ് കൂത്തുപറമ്പ്, ചാലക്കര പുരുഷു, അസീസ് മാഹി, പ്രശാന്ത് ഒളവിലം എന്നിവർ സംസാരിച്ചു. പുന്നോൾ സർവീസ് സഹകരണ ബാങ്കിന്റെ M പുരുഷു മാസ്റ്റർ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ KK മാരാരെയും ട്രാഫിക് ഡിസൈൻ മേഖലയിലെ സർഗാത്മക സാന്നിധ്യമായ ശ്രീശാന്തിനെയും M മുകുന്ദൻ ആദരിച്ചു. സെബിയ സാബ് ചിത്രകാര സംരംഭം ലോഗോ KK മാരാർ പ്രകാശനം ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Amrita Vidyalayam, Punnol, Talasheri, one of the top CBC schools in Kannur district. Daily meditation and assembly, 20 bus routes, advanced lab for physics, chemistry, biology, mathematics and computer science. Atal Tinkering Lab focuses on robotics. Extra co-curricular activities like music, dance, keyboard, guitar, taekwondo, chess and football. Yoga training for physical health. Lively KG room, activity room and playroom. Library with 8,000 plus books. Digitalized classrooms. Hygienic and pure vegetarian canteen. For admission, please contact 0490-235-7777. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490-233-2961, 8075-099-346, 9447-646-125.
സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന തലശ്ശേരി ട്രാഫിക് SI PK മനോജിന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്നേഹാദരം നൽകി. ബസ് ഉടമസ്ഥ സംഘടന ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആദരവ് നടത്തി. വൈസ് പ്രസിഡന്റ് TP പ്രേമനാഥൻ ഉപഹാരം കൈമാറി. TM സുധാകരൻ ഷാളണിയിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് കാലമായിട്ട് നമ്മൾ പറയുന്നതായിരുന്നു സാധാരണ പൈപ്പ് മുക്കുന്നുള്ള ജംഗ്ഷനിൽ നിന്നുള്ള ട്രാഫിക് വൺ വേ ആയിട്ട് വിടണമെന്നുള്ളത്. പലതവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് ഇന്നിപ്പോൾ സാധാരണ പൈപ്പ് മുക്കുന്നുള്ള വൺ വേ ആയിട്ട് ആയി തീർച്ചപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബ്ലോക്ക് അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും മറ്റും. കാരണം അതിന് പ്രത്യേകമായിട്ടുള്ളതായ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയും, കാരണം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകളുടെ അമിത വേഗത്തിലുള്ള ഓട്ടത്തിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ അരയാലിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഷെൽട്ടർ നിർമ്മിച്ചുകൊണ്ട് അതിനും ഒരു പരിഹാരം കാണുകയുണ്ടായി. അങ്ങനെ എല്ലാവിധത്തിലും അദ്ദേഹത്തിൻ്റെ സർവീസ് സമയത്ത് കാലയളവിൽ
അദ്ദേഹത്തിന് പറ്റുന്ന എല്ലാവിധ സഹകരണങ്ങളും നമ്മളെ ഉടമകളുമായിട്ട് സഹകരിച്ചും അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തിന്റെ സർവീസ് കാലത്തിന്റെ സമയത്ത് ബസ് ഉടമയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള ഒരു ഫൈനോ അല്ല അത്തരത്തിലുള്ള ഒന്നും തന്നെ ആവശ്യത്തിന് ചെയ്തതിൽ തെറ്റല്ല പറയുന്നത്, അനാവശ്യമായിട്ടുള്ള ബസ് ഉടമകളെ പീഡിപ്പിക്കുന്നതായ ഒരു സമയം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. SI അശോകൻ, മറ്റ് സംഘടനാ നേതാക്കളായ ടൈറ്റസ് ബെന്നി, PK ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൊട്ടിയോടി വിശ്വനാഥൻ സ്വാഗതവും K പ്രേമനാഥൻ നന്ദിയും പറഞ്ഞു. PK മനോജ് മറുപടി പ്രസംഗം നടത്തി. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇത്ര ഒരു വലിയ ബഹുമതി എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ ട്രാഫിക് പോലീസ് സ്റ്റേഷനും നിങ്ങൾ കണ്ടുവരുന്ന സാധാരണയായി കണ്ടുവരുന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രു, ഒരു തമാശയെങ്കിലും പറയാം, അത് ട്രാഫിക്കിൽ അധികം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന വിഭാഗം ഭൂരിഭാഗവും ബസ് തൊഴിലാളികളാണ്. എപ്പോഴും നമ്മൾ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. പലരുടെയും സ്വഭാവം, അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും പല സംഘർഷങ്ങളിലേക്ക് കലാശിക്കാറുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ആത്മാഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, ഞാനിവിടെ ട്രാഫിക് യൂണിറ്റിൽ ചാർജ് എടുത്തിട്ട് 11 മാസമായി. ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് 31 മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 വരെയുള്ള കാലയളവിൽ ലഹരി വിരുദ്ധ മാസാചരണം സംഘടിപ്പിക്കുന്നു. മലബാർ ക്യാൻസർ സെന്റർ, കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം, തലശ്ശേരി പ്രസ് ഫോറം, എക്സൈസ് വകുപ്പ്, ഫ്ലാഷ് ബാക്ക് തലശ്ശേരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്രാവശ്യം മലബാർ ക്യാൻസർ സെന്ററിനോടൊപ്പം തന്നെ കൈകോർത്തുകൊണ്ട് മറ്റു പല സംഘടനകളും ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. പുകയില, മദ്യപാനം ഇവ രണ്ടും തന്നെ ക്യാൻസർ 40% ക്യാൻസറിന്റെ കാരണങ്ങളായിട്ട് പറയപ്പെടുന്നു. അതുമാത്രമല്ല, ഈ പുകയില, മദ്യപാനം തുടങ്ങിയ ശീലങ്ങളുള്ള ആളുകളാണ് കൂടുതലായിട്ടും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത അത്തരം ആളുകൾക്കാണ് ഉള്ളത് എന്ന് പഠനങ്ങൾ തെളിയിച്ചതാണ്. ഇവയെ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിലും അതിനെക്കുറിച്ചുള്ള ദൂഷ്യഫലങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക എന്ന നിലയിലുമാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ലഹരി വിരുദ്ധ മാസാചരണത്തിന്റെ ഉദ്ഘാടനം ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് 31 രാവിലെ 9:30 തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തലശ്ശേരി ASP കിരൺ PB IPS, മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യൻ, തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി മാനേജർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ലഹരി വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ LKG, UKG, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ചിത്രരചന മത്സരങ്ങളും നടത്തും. ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ മെയ് 30-നകം പേര് രജിസ്റ്റർ ചെയ്യണം. തുടർന്നുള്ള ദിവസങ്ങളിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എക്സൈസ് വകുപ്പ് പ്രിവന്റീവ് ഓഫീസർ പ്രഭുനാഥ് അവതരിപ്പിക്കുന്ന രസതന്ത്രം എന്ന ഏകാംഗ നാടകവും എക്സൈസ് വകുപ്പിന്റെ തന്നെ വരലേ ഈ വഴി ഇനിയും എന്ന നാടകവും അവതരിപ്പിക്കും. വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്വിസും കഥ, കവിതാ രചനാ മത്സരങ്ങളും റീൽ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 വിപുലമായ സമാപന സമ്മേളനവും നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള സമ്മാനവും സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്യും. ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9447136495, 7012905303, 9447356578 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ നീതു, മേജർ P ഗോവിന്ദൻ, PK സുരേഷ്, അനീഷ് പാതിരിയാട്, നാരായണൻ പുതുക്കുടി, OV മുഹമ്മദ് റഫീഖ്, ഡോക്ടർ അബ്ദുറഹ്മാൻ കൊളത്തായി, TM ദിലീപ് കുമാർ, K അച്യുതൻ, അസ്ലം മെഡിനോവ, നിസാർ പടിപ്പുരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങളം സൗത്ത് കണ്ണംവെള്ളിയിൽ നിർമ്മിച്ച KK അനൂപ് കുമാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AA റഹീം MP ഉദ്ഘാടനം നിർവഹിച്ചു.
CPM സംസ്ഥാന കമ്മിറ്റി അംഗം A. റഹീം MP ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരെ സഖാക്കളെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രകൾ എത്ര തവണയാണ് നിങ്ങളുടെ ഈ ഗ്രാമങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളത്? എത്ര തവണയാണ് ചെപ്പൊരു താഴ്ത്തിക്കെട്ടി കരിങ്ങൊരു കെട്ടി ഇതറിയ ഖണ്ഡവുമായി നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നത്? പാനൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ കേരളത്തിന് അറിയാവുന്ന പാനൂരിന്റെ ചരിത്രമതല്ലേ? പക്ഷേ ഈ മാധ്യമങ്ങൾ മലയാളികളുടെ പൊതുമണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ബിംബവൽക്കരണം എന്താണ്? നരേഷൻ എന്താണ്? CPM അക്രമകാരികളാണ്. യഥാർത്ഥ അക്രമകാരികളെ വിശുദ്ധരാക്കുന്നു. ഇന്നലെയാണ് KPCCയുടെ പുതിയ പ്രസിഡന്റ് ധീരജ് വധക്കേസിലെ പ്രതികളുമൊപ്പം നിൽക്കുന്ന ചിത്രം, ഏറ്റവും പുതിയ ചിത്രം പുറത്തു വന്നത്. ധീരജ് വധക്കേസിലെ പ്രതിയെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലാണ് ഒരാഴ്ച മുമ്പ് കോൺഗ്രസുകാരൻ മുദ്രാവാക്യം മുഴങ്ങിയത്. ധീരജിനെ കുത്തിയ കത്തി ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നായിരുന്നു ഭീഷണി. ദിവസങ്ങൾക്കപ്പുറം ഞാൻ ചോദിക്കുന്നു, വിനയപുരസൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയുമായി സഖാവ് MV ഗോവിന്ദൻ മാഷോ, സഖാവ് പിണറായി വിജയനോ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോട്ടെ കണ്ണൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് KK രാഗേഷോ, സഖാവ് കുഞ്ഞബ്ദുള്ളയോ നിൽക്കുന്നൊരു പടം പുറത്തു വന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ 10 ദിവസം ഏറ്റവും കുറഞ്ഞത്. N. അനൂപ് അധ്യക്ഷനായി. KK അനൂപ് കുമാർ സാംസ്കാരിക കേന്ദ്രം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ബ്രാഞ്ച് രൂപീകരിക്കപ്പെടുന്നത് 1980 4 പതിറ്റാണ്ടിന്റെ ചരിത്രമാണ് കണ്ണമ്പള്ളിയിലെ പാർട്ടി ബ്രാഞ്ചിന് ഉള്ളത്. അതിനു മുമ്പ് രാഷ്ട്രീയ എതിരാളികളുടെ, വിശിഷ്യ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു മേഖലയായിരുന്നു ഈ കണ്ണമ്പള്ളി പ്രദേശം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നവരുൾപ്പെടെ ആ പ്രസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് CPMന്റെ ഭാഗമായി എഴുതുന്നതിന്റെ പേരിലാണ് ആ സഖാക്കളെ കൂട്ടിച്ചേർത്ത് ഇവിടെ പാർട്ടി ബ്രാഞ്ച് 1980 രൂപീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഇങ്ങോട്ട് നടന്ന നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് കണ്ണമ്പള്ളി പ്രദേശത്ത് CPMന് ഒരു പാർട്ടി ബ്രാഞ്ച് മാത്രമല്ല, ഇവിടെ കണ്ണമ്പള്ളിയുടെ ഈ തെക്ക് ഭാഗത്ത് മാത്രമായി പ്രവർത്തന പരിധിയുള്ള കണ്ണമ്പള്ളി സൗത്ത് ബ്രാഞ്ച്, അതിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഇവിടുത്തെ ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നതും നാം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടുന്ന ഒരു. ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. സാംസ്കാരിക വേദി ലോഗോ PP ജാബിർ പ്രകാശിപ്പിച്ചു. K. കമല, ETK ബാബു, KP രാജൻ, KP രമേശൻ, K. ദാസൻ, ഷീബ കണ്ണമ്പ്രത്ത് എന്നിവർ സംസാരിച്ചു. മനീഷ് കണ്ണമ്പള്ളി സ്വാഗതവും വിപിൻ മനത്താനത്ത് നന്ദിയും പറഞ്ഞു. ഗാനമേളയും പ്രദേശത്തെ യുവത ഒരുക്കിയ ഡാസ്ലിംഗ് നൈറ്റ് 2K25 അരങ്ങേറി. ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്ഥാപിച്ച മയ്യഴി വിമോചന പോരാട്ടത്തിലെ ധീര രക്തസാക്ഷി PK ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമ അനാച്ഛാദനം മെയ് 29 രാവിലെ 10 മണിക്ക് നടക്കും. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസനാഥൻ IAS അനാച്ഛാദനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ സ്കൂളിന്റെ പേര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദേശക്കാരനായ ഫ്രഞ്ച് അധീന പ്രദേശത്തെ ഈ പ്രദേശത്ത് നിന്ന് എന്നേക്കുമായി കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി ധീരമായി പോരാടിയ PK ഉസ്മാൻ മാസ്റ്ററുടെ പേര് കൊണ്ട് ധന്യമായ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന് നമ്മുടെ കമ്മിറ്റിയുടെ അഭിപ്രായം വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു മുഖ്യമായ ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. മെയ് 29 രാവിലെ 10 മണിക്ക് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസനാഥൻ IAS പ്രതിമ അനാച്ഛാദനം ചെയ്യും.
പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സഹപാഠിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിമ സ്ഥാപിക്കുന്നത്. ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്രവേശന കവാടത്തോട് ചേർന്നാണ് കമനീയമായി പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. വിഖ്യാത ശില്പി മനോജ് കുമാറാണ് ശില്പം രൂപകൽപ്പന ചെയ്തത്. രമേശ് പറമ്പത്ത് MLA അധ്യക്ഷനാവും. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ, വിദ്യാഭ്യാസ മേലധ്യക്ഷ MM തനൂജ, പ്രധാനാധ്യാപകൻ KV മുരളീധരൻ, K മോഹനൻ, ചാലക്കര പുരുഷു, KP വത്സൻ എന്നിവർ സംസാരിക്കും. MV സീനത്ത് ടീച്ചർ ബാലൂർ ആണ് പ്രതിമ സ്പോൺസർ ചെയ്തത്. വിവിധ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും പ്രശസ്ത വാഗ്മി VK സുരേഷ് ബാബുവിന്റെ പ്രഭാഷണവും ഉണ്ടാകും. ഒരു പകൽ മുഴുവൻ നീളുന്ന പരിപാടിയിൽ പിരണി നൃത്തം, തിരുവാതിര, കൈകൊട്ടിക്കളി, നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ ഗാനമേള, മാപ്പിളപ്പാട്ട് എന്നിവയും ഉണ്ടാകുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് K മോഹനൻ, സെക്രട്ടറി KP വത്സൻ, രക്ഷാധികാരി ചാലക്കര പുരുഷു ആനന്ദ് കുമാർ പറമ്പത്ത്, K പവിത്രൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. 92 വർഷത്തെ കലാപാരമ്പര്യമുള്ള മഞ്ഞോടി CV ബാലൻ നായർ മെമ്മോറിയൽ ദ കേരള സ്കൂൾ ഓഫ് ആർട്സിൽ 2025-27 വർഷത്തെ KGCE ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. PSC അംഗീകൃത കോഴ്സിന് SSLC ആണ് അടിസ്ഥാന യോഗ്യത. ഒരിടവേള കൂടി. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. MS Public School is among the trusted chambers who believes in meaning the service in betterment throughout history. MS is the right choice for kids to learn, shine and enlighten. Preschools are always a home-away feeling for most of the kids. But here, they are packed with all facilities where I'm sure no child would ever stay back home. Here, quality education is highly encouraged with affordable fee structures. So, build a child's future with MS Public School Panel. The admission for the next academic year is already started. If you need any details, please contact our school office. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ഇത് നിന്റെ സ്കൂളിലേക്കുള്ള ആദ്യയാത്ര മാത്രമല്ല, നിന്റെ ഭാവിയിലേക്ക് കൂടിയുള്ള യാത്രയാണ്. എന്റെ പപ്പ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം പോലെ ഞാനും എന്റെ മകനു വേണ്ടി കണ്ടെത്തി എക്സൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ടു ബി എ പ്രൗഡ് ഫാദർ. എക്സൽ പബ്ലിക് സ്കൂൾ, ചാലക്കര, മാഹി. Answer to your child's future. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര.
കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. മാഹി കോപ്പറേറ്റീവ് സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി, മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളുടെ കോൺവൊക്കേഷൻ ചടങ്ങായ ലോറേറ്റ് മെയ് 29 നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ചാലക്കരയിലെ ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ നിർവഹിക്കുമെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത കാലത്തായി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കോളേജിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 10-20 വർഷത്തെ പ്രവർത്തന കാലയളവിൽ കോളേജിൽ നടത്താത്ത ഒരു പുതിയ പരിപാടി, കുട്ടികൾക്കുള്ള കോൺവൊക്കേഷൻ സെറിമണി ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. അതിന് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ചീഫ് ഗസ്റ്റ് പുതുച്ചേരി സംസ്ഥാനത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ കൈലാസനാഥൻ സാറാണ്. അദ്ദേഹത്തെ നമ്മളന്ന് കണ്ട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഈ കർമ്മം ചെയ്യാമെന്ന് സമ്മതിക്കുകയും യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഉന്നതപ്പെട്ട അധികാരി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പങ്കെടുക്കാമെന്ന് നമുക്ക് വാക്കുതരുകയും ചെയ്തിട്ടുണ്ടായി. വളരെ പ്രത്യേകതയുള്ള ഒരു പരിപാടി എന്നുള്ള നിലയിൽ മാഹിയിൽ വെച്ച് നമ്മുടെ ഈ 2 കോളേജിൻ്റെയും കുട്ടികൾക്കുള്ള കോൺവൊക്കേഷൻ സെറിമണി നടത്തുക എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അഭിമാനാർഹമായ ഒരു മുഹൂർത്തം കൂടിയാണ്. ചാലക്കരയിലെ ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് കോൺവോക്കേഷൻ ചടങ്ങ് നടക്കുക. ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ നിർവഹിക്കും. കോളേജ് ചെയർമാനും പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രിയുമായ ഇ വത്സരാജ് അധ്യക്ഷനാവും. രമേശ് പറമ്പത്ത് MLA മുഖ്യാതിഥിയാകും. പുതുച്ചേരി സഹകരണ സംഘം രജിസ്ട്രാർ S. യശ്വന്ത്, കോളേജ് പ്രസിഡന്റ് സജിത് നാരായണൻ, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ കെ ശ്രീലത, ഡോക്ടർ ലക്ഷ്മി ദേവി CG എന്നിവർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സജിത് നാരായണൻ, MK ശ്രീജേഷ്, PP ആശാലത, PK ഷിനൂബ്, TV രജീഷ് എന്നിവർ പങ്കെടുത്തു. യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂർ ചേംബർ ഹാളിലാണ് ശില്പശാല നടന്നത്. കാലഘട്ടത്തിലെ ആവശ്യങ്ങളെ നിർവഹിക്കത്തക്ക രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണം, ഉപയോഗിക്കാൻ വേണം. അത് ഇന്ന് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുമല്ലോ. അപ്പോൾ ഒന്നിനെ തന്നെ നമ്മൾ ഏത് കാലഘട്ടത്തിലും കാലാധിപത്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാലാധിപത്യം എങ്ങനെയാണെന്ന് ഓരോ കാലദേശത്തെ നമ്മൾ മാറ്റിക്കൂടിയതല്ല, അതിനെ തന്നെ നമ്മൾ പരിഷ്കരിച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C. ലക്ഷ്മണൻ അധ്യക്ഷനായി. SRC യോഗ ഫാക്കൽറ്റി ഡോക്ടർ ശശികുമാർ പുറമേരി ക്ലാസ് എടുത്തു. YTA സംസ്ഥാന പ്രസിഡന്റ് KT കൃഷ്ണദാസൻ, യോഗ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ പ്രേമരാജൻ കാന, ബാലകൃഷ്ണൻ സ്വാമി, ഡോക്ടർ C. വിജയൻ, M. രാമചന്ദ്രൻ, KM ഷൈമ തുടങ്ങിയവർ സംസാരിച്ചു.
200ഓളം യോഗ അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുത്തു. മാക്കൂൽ പീടിക കുനുമ്മലിലെ പ്രശസ്ത തറവാടുകളിൽ ഒന്നായ താഴെ പീടികയിൽ ഫാമിലി കുടുംബസംഗമം നടത്തി. വിവിധ കലാപരിപാടികളും നടന്നു. ഗിരീഷ് കർണാട്ടിക് അവാർഡ് ജേതാവ് വേണു മാസ്റ്റർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ആചാരങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നമ്മുടെ രീതികൾ എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അത് പഠിക്കണം. മരിച്ചു കഴിഞ്ഞാല് ശ്രാദ്ധം എന്നൊരു ഏർപ്പാടുണ്ട്. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ നൽകേണ്ടത് എന്നാണ് ശ്രാദ്ധം. മരിച്ചാൽ 1 വർഷം, അതായത് നമ്മളുടെ 1 വർഷം ആത്മാക്കൾക്ക് ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ശ്രാദ്ധം ആഘോഷിക്കുന്നത്. അമ്മ മരിച്ചിട്ട് 1 വർഷമാകുമ്പോൾ കുടുംബാംഗങ്ങൾ ഒത്തുകൂടുക എന്നുള്ളത് ആർഷഭാരത പാരമ്പര്യമാണ്. അനാചാരമല്ല, അന്ധവിശ്വാസമല്ല. ആ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒത്തുചേരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് കുടുംബം. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. ഇമ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടം. ഇമ്പം, ഇഷ്ടം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. മനോജ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ടി പി വിനോദൻ സ്വാഗതം പറഞ്ഞു. റീന ടി പി, ബാബു ടി പി, മിനി എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ജേതാക്കളായവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി ആദരിച്ചു. വടകര നാരായണ നഗറിൽ കല്ലൂപ്പിന്റെ വിട ലക്ഷ്മി നിര്യാതിയായി. 95 വയസ്സായിരുന്നു. രാമചന്ദ്രൻ, റീത്ത, പുഷ്പ, വത്സല എന്നിവർ മക്കളാണ്. പ്രഭാകരൻ, ശങ്കരൻ, രാജീവൻ, റീന എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവർ UDF-മായി സഹകരിച്ചു പോകുമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അൻവറിന് അതിന്റേതായ അഭിപ്രായമുണ്ട്, അത് തൽക്കാലം അംഗീകരിക്കാനാവില്ലെന്നും കെ സുധാകരൻ. കണ്ണൂരിൽ ലക്ഷദ്വീപ് സ്വദേശിയായ യുവതിയെ കടന്നുപിടിച്ച പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് തയ്യിൽ വെറ്റിലപ്പള്ളി വയൽ സ്വദേശി TK ഫവാസ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. ജില്ലയിൽ ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം. 4.5 കോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി കൃഷിവകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.